എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭഗവത്ഗീത സുദർശനം ഭാഷാഭാഷ്യം പ്രഭാഷണ പരമ്പരയുടെ 21-ാം ഭാഗത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഗീത 2-ാം അധ്യായമായ സാഖ്യയോഗത്തിലെ വളരെ പ്രശസ്തവും പ്രധാനപ്പെട്ടതുമായ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന എന്നു തുടങ്ങുന്ന 47-ാമത്തെ ശ്ലോകം വിശകലനം ചെയ്തുകൊണ്ടാണ് കഴിഞ്ഞ ഭാഗം അവസാനിപ്പിച്ചത്. കർമ്മം ചെയ്യുന്നതിന് നിനക്ക് അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ ഇല്ല എന്ന ശ്ലോകാർത്ഥത്തെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് കർമ്മം മാത്രമാണെന്നും മറ്റു പല ഘടകങ്ങളെയും ആശ്രയിച്ചിരിക്കുന്ന കർമ്മഫലം നമ്മുടെ അധികാരപരിധിയിലുള്ള കാര്യമല്ലെന്നും മനസ്സിലാക്കണമെന്ന് അപ്പോൾ പറഞ്ഞിരുന്നു. കർമ്മഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അങ്ങനെ ആഗ്രഹിക്കാതെ ആത്മാർത്ഥതയോടെ ആ കർമ്മം ചെയ്തിരുന്നുവെങ്കിൽ ലഭിക്കാവുന്ന ഫലത്തിനേക്കാൾ മോശമായ ഫലമേ അതിനുണ്ടാകൂ എന്നും പറഞ്ഞിരുന്നു. അതുമാത്രമല്ല, ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് കർമ്മം ചെയ്തിട്ട് ആഗ്രഹിച്ചതുപോലെയുള്ള ഫലം കിട്ടുന്നില്ലെങ്കിൽ ഇച്ഛാഭംഗമുണ്ടായി കർമ്മം ചെയ്യാനുള്ള താല്പര്യം തന്നെ ഇല്ലാതാകാം എന്നൊരപകടമുണ്ടെന്നും സൂചിപ്പിച്ചിരുന്നു. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത് ബാധ്യസ്ഥമായ കർമ്മം അതിൻ്റെ ഫലത്തെക്കുറിച്ചുള്ള ആശങ്കകളൊന്നുമില്ലാതെ ആത്മാർത്ഥമായി നിർവഹിക്കുകയാണ് വേണ്ടത് എന്നാണ്. നന്നായി കർമ്മം ചെയ്താൽ നല്ല ഫലം കിട്ടാനേ സാധ്യതയുള്ളൂ താനും. ഈ കർമ്മപ്രമാണത്തെ ഇങ്ങനെ ഗീത ഊന്നിപ്പറയുന്നത് എന്തിനാണെന്ന് നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. പ്രകൃതിയിലേക്ക് നാം ഒന്ന് നോക്കൂ. അവിടെ എല്ലാം തന്നെ അതിൻ്റെ ധർമാനുസൃതമായ കർമ്മം ചെയ്യുന്നു എന്നല്ലാതെ ഒന്നും തന്നെ എന്തെങ്കിലും ഫലം ഇച്ഛിച്ചുകൊണ്ടല്ല കർമ്മം ചെയ്യുന്നത് എന്നത് വ്യക്തമല്ലേ? ഭൂമിയിലെ മരങ്ങൾ ഉൾപ്പെടുന്ന സകല ജീവജാലങ്ങളും നമ്മുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളും ഒരു ഫലവും ആഗ്രഹിക്കാതെ അവയവയുടേതായ കർമ്മം ചെയ്തുകൊണ്ട് ഈ ഭൂമിയെ നിലനിർത്തുകയാണ്, നമ്മെ നിലനിർത്തുകയാണ്. അപ്പോൾ ഈ ജീവജാലങ്ങളെക്കാൾ ഉത്കൃഷ്ടനായ വിവേകബുദ്ധിയുള്ള മനുഷ്യനെ അങ്ങനെ പ്രവർത്തിക്കാൻ കഴിയില്ലേ? കഴിയണം എന്നതാണ് ഈ ശ്ലോകം നമ്മോട് പറയാതെ പറയുന്നത്. ശരി, ഗീതയുടെ ഈ നല്ല കർമ്മ സന്ദേശത്തെ ഓർത്തുകൊണ്ട് നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം. യോഗസ്ഥ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യതേ. അർത്ഥം, അർജുന, യോഗനിഷ്ഠനായി ആസക്തി വെടിഞ്ഞ് ഫലം ലഭിക്കുന്നതിലും ലഭിക്കാതിരിക്കുന്നതിലും സമചിത്തത പാലിച്ച് കർമ്മങ്ങൾ അനുഷ്ഠിക്കുക. സമചിത്തതയാണ് യോഗമെന്ന് പറയപ്പെടുന്നത്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. സമത്വം യോഗ ഉച്യത, അതായത് സമചിത്തതയാണ് യോഗമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനിയും യോഗത്തിന് വേറൊരു നിർവചനം ഇപ്പോൾ ഉടൻ തന്നെ വരുന്നുണ്ട്. നമുക്കതുകൂടി ഒന്ന് ശ്രദ്ധിക്കാം. ശ്ലോകം 49. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാ ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഫലഹേതവഃ. അർത്ഥം, അർജുന, ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മം കർമ്മയോഗത്തേക്കാൾ നികൃഷ്ടമാണ്. ബുദ്ധിയോഗത്തിൽ, അതായത് സമചിത്തതയോടുകൂടിയ കർമ്മത്തിൽ ശരണം തേടുക. ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ ദീനന്മാരാണ്. ഇനി ശ്ലോകം 50. ബുദ്ധിയുക്തോ ജഹാതീഹ ഉഭേ സുകൃത ദുഷ്കൃതേ തസ്മാദ്യോഗായ യുജ്യസ്വ യോഗ കർമ്മസു കൗശലം. അർത്ഥം, സമബുദ്ധിയുള്ളവൻ ഈ ലോകത്ത് വെച്ച് തന്നെ പുണ്യപാപങ്ങൾ രണ്ടും ത്യജിക്കുന്നു. അതുകൊണ്ട് കർമ്മയോഗത്തിനായി ഒരുങ്ങുക. യോഗം പ്രവൃത്തിയുള്ള സാമർഥ്യം തന്നെയാകുന്നു. ഇവിടെ വീണ്ടും ശ്രദ്ധിക്കുക. 50-ാം ശ്ലോകത്തിൽ പറയുന്നു, യോഗം പ്രവൃത്തിയുള്ള സാമർഥ്യമാകുന്നു. 48-ാം ശ്ലോകത്തിൽ നമ്മൾ കണ്ടത് സമചിത്തതയാണ് യോഗമെന്ന്. യോഗത്തിന് ഇനിയും ചില അർത്ഥവും മാനങ്ങളും ഭഗവത്ഗീത നൽകുന്നുണ്ട്. അത് നമ്മൾ ആ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്.
എന്താണ് ഈ യോഗം യഥാർത്ഥത്തിൽ? മുൻപ് ഒരു ഭാഗത്ത് പറഞ്ഞിരുന്നു, യോജിപ്പിക്കുക എന്ന അർത്ഥം വരുന്ന യുജ് എന്ന സംസ്കൃത ധാതുവിൽ നിന്നുണ്ടായ ഒരു പദമാണ് യോഗമെന്നത്. സാമാന്യാർത്ഥത്തിൽ ജീവാത്മാവ് പരമാത്മാവിൽ വിലയം പ്രാപിക്കുന്നതിനെയാണ് ആധ്യാത്മിക ചിന്തയിൽ യോഗം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് പറയാം. അതായത് ജീവ ബ്രഹ്മൈക്യമാണ് യോഗം. പക്ഷേ ഇപ്പോൾ ഉദ്ധരിച്ച ശ്ലോകങ്ങളിൽ കണ്ടത് സമചിത്തതയാണ് യോഗം, പ്രവൃത്തിയുള്ള സാമർഥ്യമാണ് യോഗം എന്നല്ലേ? അപ്പോൾ ഇപ്പറഞ്ഞ 3 യോഗങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. ജീവബ്രഹ്മൈക്യത്തിന് അല്ലെങ്കിൽ മോക്ഷത്തിന് വഴിയൊരുക്കുന്നതാണ് വിപരീത ഭാവങ്ങളെ സമമായി കാണുന്ന സമചിത്തതയും ബുദ്ധിയോഗപ്രകാരം സാമർഥ്യത്തോടെ ചെയ്യുന്ന കർമ്മവും. ഈ 3 യോഗങ്ങളും എങ്ങനെയാണ് കൃത്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതെന്ന് സുദർശനം ഭാഷാഭാഷ്യമെന്ന എൻ്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ഗ്രന്ഥഭാഗമൊന്ന് വായിച്ചു നോക്കാവുന്നതേ ഉള്ളൂ. ഇതിൽ ജീവബ്രഹ്മൈക്യം എന്ന് പറയുന്ന യോഗാവസ്ഥയിലേക്ക് എങ്ങനെയാണ് സമചിത്തതയാണ് യോഗം, പ്രവൃത്തിയിലുള്ള സാമർഥ്യമാണ് യോഗം എന്ന് പറയുന്ന ഇത് രണ്ടും കണക്ട് ചെയ്തിരിക്കുന്നത് എന്ന് ഞാനവിടെ എൻ്റെ ഒരു ചിന്തയിലൂടെ വിശദീകരിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ചിന്താശകലങ്ങൾ നിങ്ങളൊരു പക്ഷേ മറ്റുള്ള ഗീതാവ്യാഖ്യാനങ്ങളിൽ കണ്ടില്ലെന്നിരിക്കാം. അത് വളരെ മികച്ചതാണെന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ യുക്തിസഹമായി ഭഗവത്ഗീത വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നതിനാൽ ഇങ്ങനെ ഈ പദങ്ങൾക്കൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള ഒരു അന്വേഷണത്തിൽ നിന്നുണ്ടാകുന്ന ചില ചിന്തകളാണ് ഞാൻ ആ പുസ്തകത്തിൽ പങ്കുവച്ചിട്ടുള്ളത്. കർമ്മത്തിൻ്റെ ചില സ്വഭാവങ്ങളെയും ഇവിടെ ഉദ്ധരിച്ച 3 ഗീതാ ശ്ലോകങ്ങളിലും ഗീതാകാരൻ പ്രകാശിപ്പിക്കുന്നുണ്ട്. ഫലാപേക്ഷയോടുകൂടി ചെയ്യുന്ന കർമ്മം കർമ്മയോഗത്തേക്കാൾ, അതായത് ഫലാപേക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മത്തേക്കാൾ വളരെ നികൃഷ്ടമാണ്. അതായത് ഫലത്തെ ആശിക്കുന്ന സ്വാർത്ഥ സ്വഭാവം നികൃഷ്ടമാണത്രേ. ഇനി പറയുന്നു, ഫലത്തിനു വേണ്ടി കർമ്മം ചെയ്യുന്നവർ ദീനന്മാരാണ്. ഇങ്ങനെയുള്ളവരെ ഗീത വിളിക്കുന്ന മറ്റൊരു പേരാണ് കൃപണർ, അല്ലെങ്കിൽ ഗീതാ ശ്ലോകങ്ങളിൽ വരുന്നത് കൃപണർ എന്നാണ്. അതിൻ്റെ അർത്ഥമാണ് ദീനർ അല്ലെങ്കിൽ ദീനന്മാർ, ദയനീയർ. എന്താണ് ഇങ്ങനെ ഈ ഫലത്തിൽ ആശ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വാർത്ഥ ഭാവത്തോടെ കർമ്മം ചെയ്യുന്നവരെ എന്തുകൊണ്ടാണ് ഗീത ദയനീയന്മാർ അല്ലെങ്കിൽ ഒരു അല്പം മോശക്കാരെന്നുള്ള വിധത്തിൽ പറയുന്നത്? നമുക്കൊന്ന് നോക്കാം. ബുദ്ധിയില്ലാത്ത ജീവജാലങ്ങൾക്ക് ഫലാകാംക്ഷയില്ലാതെ ധാർമ്മികമായ കർമ്മം ചെയ്ത് ശ്രേഷ്ഠരാകാമെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യർ കർമ്മഫലത്തിൽ മാത്രം താല്പര്യം വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുമ്പോൾ അവർ ദീനന്മാരാകുകയല്ലാതെ ശ്രേഷ്ഠന്മാരാകുകയില്ലല്ലോ. മനസ്സിൻ്റെ ചപല വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ഫലാകാംക്ഷയോടുകൂടി കർമ്മം ചെയ്യുന്നവർക്ക് മനഃശാന്തി കിട്ടാതെ നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വരുമെന്നും അങ്ങനെയുള്ളവർ ദീനന്മാരാണെന്നുമാണ് ഗീത പറയുന്നത്. എന്നാൽ നിഷ്കാമകർമ്മം ചെയ്യുന്നവരോ മനസ്സിലുള്ള പഴയ വാസനകളെപ്പോലും ക്ഷയിപ്പിച്ചുകൊണ്ട് ശാന്തിയും സമാധാനവും അനുഭവിക്കുന്നവരാണ്. അർജുന, മനോചാബല്യങ്ങൾക്ക് അടിമപ്പെട്ട് സ്വാർത്ഥ മനുഷ്യരെപ്പോലെ നീ ദീനനാകുകയല്ല വേണ്ടത്. നിഷ്കാമമായ സുധർമാചരണത്തിലൂടെ നീ ഒരു ശ്രേഷ്ഠനായ മനുഷ്യനാകൂ എന്നാണ് ശ്രീകൃഷ്ണൻ ഇതിലൂടെയെല്ലാം അർജുനനെ മനസ്സിലാക്കിക്കാൻ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ശ്ലോകത്തിലേക്ക് പോകാം. ശ്ലോകം 51. കർമ്മജം ബുദ്ധിയുക്താ ഹി ഫലം ത്യക്ത്വാ മനീഷിണഃ ജന്മബന്ധ വിനിർമുക്താ പദം ഗച്ഛന്ത്യനാമയം. അർത്ഥം, സമബുദ്ധിയുള്ളവരായ വിവേകികൾ കർമ്മം കൊണ്ടുണ്ടാകുന്ന ഫലം ത്യജിച്ചിട്ട് ജന്മബന്ധത്തിൽ നിന്ന് മുക്തരായി ദുഃഖരഹിതമായ പരമപദത്തെ പ്രാപിക്കുന്നു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? സമബുദ്ധിയുള്ള വിവേകികൾ എന്ന് പറഞ്ഞാൽ സംശയാത്മികയായ മനോതലത്തിലല്ലാതെ നിശ്ചയാത്മികയായ ബുദ്ധിതലത്തിൽ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരെന്ന് അർത്ഥം. ഈ മനസ്സിനെ സംശയാത്മിക എന്ന് പറയുന്നത് മനസ്സിനെപ്പോഴും ചാഞ്ചല്യവും സംശയവും സന്ദേഹവും ഒക്കെയുള്ള ഒരു തലമാണല്ലോ മനസ്സെന്ന് പറയുന്നത്. അതേസമയം ബുദ്ധി എന്ന് പറയുന്നതിന് അങ്ങനെയല്ല. അതിന് ഉറച്ച നിലപാടുകളുണ്ട്.
നിശ്ചയദാർഢ്യമുണ്ട്. അതുകൊണ്ട് അതിനെ നിശ്ചയാത്മിക എന്ന് പറയും. അപ്പോൾ സമബുദ്ധിയുള്ള വിവേകികളെന്ന് പറഞ്ഞാൽ ഈ മനോതലത്തിലല്ലാതെ ബുദ്ധിതലത്തിൽ ചിന്തിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നവരാണെന്ന് അർത്ഥം. അങ്ങനെ ബുദ്ധിപരമായി കർമ്മം ചെയ്യുമ്പോൾ, അതായത് സ്വാർത്ഥലേശമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ, അതുകൊണ്ടാണ് ഇതിനെ ബുദ്ധിയോഗം എന്ന് പറയുന്നത് പോലും. ബുദ്ധിയോഗം എന്ന് പറയുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ കഴിഞ്ഞ ചില ഭാഗങ്ങളിൽ പറഞ്ഞപ്പോൾ, ഈ കർമ്മത്തിൽ നിന്നും കർമ്മഫലത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കർമ്മഫലത്തിൽ ആശ വെക്കാതെ കർമ്മം ചെയ്യണമെങ്കിൽ അതിന് ബുദ്ധിയുടെ സഹകരണം വേണം. അതുകൊണ്ട് നമുക്ക് നിഷ്കാമ കർമ്മത്തെ അല്ലെങ്കിൽ കർമ്മയോഗത്തെ നമുക്ക് ബുദ്ധിയോഗമെന്ന് പറയാമെന്നും ഞാനൊരു ഡെഫിനേഷനിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു. അങ്ങനെ ബുദ്ധിയോഗപരമായി കർമ്മം ചെയ്യുമ്പോൾ, അതായത് സ്വാർത്ഥലേശമില്ലാതെ കർമ്മം ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള കർമ്മങ്ങൾ വാസനകൾ സൃഷ്ടിച്ച് സംസാരബന്ധനം ഉണ്ടാക്കില്ലെന്ന് മാത്രമല്ല, മുൻപേ തന്നെ വ്യക്തിത്വത്തിൽ അടിഞ്ഞുകൂടിയിരുന്ന ബന്ധനപരമായ വാസനകളെ ക്ഷിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നതെന്ന് മുൻപ് പറഞ്ഞിരുന്നു. അങ്ങനെ ജന്മബന്ധനത്തിൽ നിന്നും മുക്തരാക്കുന്നവർ ദുഃഖരഹിതമായ പരമപദത്തെ അല്ലെങ്കിൽ മോക്ഷത്തെ പ്രാപിക്കുമത്രേ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, എന്താണ് ഇതിലൂടെ എല്ലാം ഗീത വീണ്ടും വീണ്ടും ഊന്നിപ്പറയുന്നത്? സ്വാർത്ഥരഹിതമായി യജ്ഞഭാവനയോടെ, അതായത് നിഷ്കാമ ഭാവനയോടെ കർമ്മം ചെയ്യൂ, അത് നിങ്ങളെ പരമപദത്തിലെത്തിക്കും. അന്യലോകത്തിലല്ല മോക്ഷം എന്നും അത് സ്വാർത്ഥരഹിതമായ കർമ്മത്തിലൂടെ ഈ ജീവിതത്തിൽ തന്നെ നേടേണ്ടതാണെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഗീത മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നാണെന്ന് ഞാൻ പറയും. ഇനി ശ്ലോകം 52. യദാ തേ മോഹകലിലം ബുദ്ധിർവ്യതിതരിഷ്യതി തദാ ഗന്ധാസി നിർവേദം ശ്രോതവ്യസ്യ ശ്രുതസ്യ ച. അർത്ഥം, എപ്പോൾ നിന്റെ ബുദ്ധി മോഹരൂപമായ വൈഷമ്യത്തെ കടക്കുമോ അപ്പോൾ കേൾക്കേണ്ടതിലും കേട്ടതിലും ഉദാസീനഭാവം കൈവരും. സ്വാർത്ഥമോഹങ്ങളെ ബുദ്ധി ഉപയോഗിച്ച് നിയന്ത്രിച്ച് ആര് നിഷ്കാമകർമ്മം ചെയ്യുന്നുവോ അങ്ങനെയുള്ളവർക്ക് കേൾക്കേണ്ടതിലും കേട്ടതിലുമെല്ലാം ഉദാസീനഭാവം കൈവരുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ആർക്കാണ് ഉദാസീനഭാവം വരുന്നത്? അല്ലെങ്കിൽ ആരാണ് ഏതെങ്കിലും കാര്യത്തിൽ ചെന്ന് ഒട്ടിപ്പിടിച്ച് അതുമായി താതാത്മ്യം പ്രാപിക്കാത്തത്? അവർക്ക് അതിൽ താല്പര്യമില്ലാത്തവരായിരിക്കണമല്ലോ. ഗീതാ വിഷയത്തിൽ നമ്മൾ പറയുമ്പോൾ നമ്മൾ മുൻപ് കണ്ടു, വേദങ്ങളിലെ ത്രിഗുണാത്മകങ്ങളായ വിഷയങ്ങൾ, അതായത് സ്വർഗപ്രാപ്തി വരെ നേടാം എന്ന് പറയുന്ന മോഹന വാഗ്ദാനങ്ങൾ, പിന്നെ മതം പറയുന്ന സ്വർഗ നരക ഭയങ്ങൾ, ഇങ്ങനെ പല പല വിഷയങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ആത്മീയ വഴിയിൽ പുരോഗമിക്കുന്നതിന് തടസ്സമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കുമ്പോൾ നമുക്ക് ഈ ഉദാസീന ഭാവം കൈവരും. കാരണം നമുക്കതിൽ താല്പര്യമില്ലാത്തതിനെ ഉദാസീനത എന്നും പറയും നമ്മൾ. അങ്ങനെ ചെയ്താൽ ഇതിനൊന്നും നിന്റെ വ്യക്തിത്വത്തെ സ്വാധീനിക്കാൻ കഴിയാതെ നീ മോക്ഷപദപ്രാപ്തിക്ക് അനുകൂലമായ വിധത്തിൽ കർമ്മം ചെയ്ത് ഗുണാതീതമായ ആത്മഭാവത്തെ പ്രാപിക്കും അർജുന എന്നാണ് കൃഷ്ണൻ ഇവിടെ അർജുനനോട് പറയുന്നത്. ഇനി ഇത് തന്നെയാണ് ഏതാണ്ട് അടുത്ത ശ്ലോകത്തിലും വരാൻ പോകുന്നത്. നമുക്ക് അവിടെ ഒന്ന് നോക്കാം. ശ്രുതി വിപ്രതിപന്നാദേ യഥാസ്താസ്യതി നിശ്ചല സമാധാവചല ബുദ്ധി സ്തദാ യോഗമവാപ്സ്യസി. അർത്ഥം, പലതരം ഉപദേശങ്ങൾ കേട്ടത് മൂലം പതറിപ്പോയ നിന്റെ ബുദ്ധി എപ്പോൾ ഇളക്കമറ്റ് സമാധിയിൽ സ്ഥിരമായി നിൽക്കുമോ അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കും. ഇവിടെ പലതരം ഉപദേശങ്ങൾ കേട്ടത് മൂലം പതറിപ്പോയ നിന്റെ ബുദ്ധി എന്ന് പറയുന്നു. ഈ ഉപദേശങ്ങൾ എന്താണ്? ഈ ഉപദേശങ്ങളാണ് വേദങ്ങളുടെ ത്രിഗുണാത്മക തലത്തിലുള്ള കർമ്മകാണ്ഡത്തിൽ പറയുന്ന വാഗ്ദാനങ്ങൾ, സ്വർഗപ്രാപ്തി വരെ ലഭിക്കുമെന്നുള്ള വാഗ്ദാനങ്ങൾ, എല്ലാം ഭൗതിക സുഖഭോഗങ്ങളെക്കുറിച്ചാണ് ഈ വേദങ്ങൾ പറയുന്നത്. അവിടം കടക്കാനാണ് കഴിഞ്ഞ ഭാഗത്തിലെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. അർജുന, നീ ത്രിഗുണാത്മകമായ ഈ വേദതലം കടന്നതിന് ശേഷം നീ ആത്മതലത്തിലേക്ക് പ്രവേശിക്കൂ, അല്ലെങ്കിൽ വേദാന്തത്തിലേക്ക് പ്രവേശിക്കൂ, അല്ലെങ്കിൽ വേദാന്തത്തിൽ നിന്ന് മനസ്സ് ആമഗ്നാക്കൂ എന്ന് പറയുന്ന ഒരു ശ്ലോകം നമ്മൾ നേരത്തെ കണ്ടു. സ്വർഗനരകാദി ചിന്തകളെക്കുറിച്ച് നമ്മൾ അർജുന വിഷാദ യോഗത്തിലെ
അർജുനൻ്റെ പ്രസ്താവങ്ങളിൽ കൂടെ കണ്ടു. അങ്ങനെ പലതരം ഉപദേശങ്ങൾ ഈ പല വിഭാഗക്കാരും, വേദങ്ങളാണെങ്കിലും മത ചിന്തകളാണെങ്കിലും ധർമ്മശാസ്ത്രങ്ങളാണെങ്കിലും ഇതെല്ലാം പറഞ്ഞ് കേട്ട് അർജുനൻ്റെ ബുദ്ധി പതറിപ്പോയിട്ടുണ്ട്. അതിനെ ഇളക്കമറ്റ് സമാധിയിൽ നിർത്താനാണ് കൃഷ്ണൻ ഇപ്പോൾ പറയുന്നത്. അതെങ്ങനെയാണ് ഈ സമാധിയിൽ നിർത്താൻ കഴിയുന്നത്? അതായത് സ്ഥിരമായ അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നിശ്ചയാത്മികയായ ബുദ്ധിയെ അവിടെ പ്രയോഗിക്കേണ്ടിയിരിക്കുന്നു. അത് ബുദ്ധിയോഗത്തിൽ കൂടിയാണ് അത് ചെയ്യേണ്ടത്. അങ്ങനെ പതറിപ്പോയ നിൻ്റെ ബുദ്ധിയെ നീ പിടിച്ചു നിർത്തി കഴിയുമ്പോൾ, അതായത് നീ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിനെ പിടിച്ചു നിർത്തി കഴിയുമ്പോൾ നിനക്ക് മനസ്സിലാകും ഇതുവരെ പറഞ്ഞും കേട്ടും അനുഭവിച്ചതുമായ ഭ്രമാത്മകമായ ഭൗതിക ചിന്തകളിലൊന്നുമല്ല അഭിരമിക്കേണ്ടത്. ആത്മജ്ഞാനത്തിലൂടെ ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യമാക്കേണ്ടത് എന്ന്. അങ്ങനെ ലഭിക്കുന്നതിൽ സന്തോഷമോ ലഭിക്കാതിരിക്കുന്നതിൽ ദുഃഖമോ തോന്നാതെ, അതായത് സമചിത്തതയോടുകൂടി നിനക്ക് നിൻ്റെ ബാധ്യസ്ഥമായ കർമ്മം ചെയ്യാൻ കഴിയും. മനസ്സ് സമചിത്തതയിലാകുമ്പോൾ നിനക്ക് മറ്റൊന്നും ചിന്തിക്കാതെ സാമർഥ്യത്തോടെ പ്രവൃത്തി ചെയ്യാനും കഴിയും. അങ്ങനെ സമചിത്തതയും സാമർഥ്യവും ഒത്തുചേരുന്നതോടെ നീ യോഗത്തെ പ്രാപിക്കാൻ യോഗ്യനാകും. യുദ്ധത്തിൽ സംഭവിക്കാൻ പോകുന്നതൊന്നും നിന്റെ കയ്യിലുള്ള കാര്യമല്ല. ബാധ്യസ്ഥമായ യുദ്ധം കർമ്മയോഗപ്രകാരം ചെയ്ത് പരമപദത്തെ, അതായത് മനുഷ്യൻ്റെ ഉത്കൃഷ്ടാവസ്ഥയെ പ്രാപിക്കൂ അർജുന എന്നാണ് കൃഷ്ണൻ ഈ പറഞ്ഞതിൻ്റെ എല്ലാം പൊരുൾ. ഗീതാശ്ലോകങ്ങൾ വായിച്ച് അതിൻ്റെ അർത്ഥം പറഞ്ഞ് അതിൻ്റെ വ്യാഖ്യാനവും നൽകി പോകുന്നതിനും ഉപരിയായി ഇതുകൊണ്ടൊക്കെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്, നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും നേടാനില്ല, കുറച്ച് വ്യാഖ്യാനങ്ങളൊക്കെ കേൾക്കാം, കുറച്ച് അർത്ഥങ്ങളൊക്കെ കേൾക്കാം, അതിലൊക്കെ സന്തോഷിക്കാം. പക്ഷേ അതല്ല, ഈ ഗ്രന്ഥങ്ങളൊന്നും ഉദ്ദേശിക്കുന്നതല്ല. ഇത് മനുഷ്യൻ്റെ പരിവർത്തനമാണ് ഈ ആത്മീയ ഗ്രന്ഥങ്ങളുടെ എല്ലാം ലക്ഷ്യമെന്ന് മനസ്സിലാക്കുമ്പോൾ നാം ആ പരിവർത്തനത്തിന് ഉപകരിക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ് ഈ പറയുന്നതിൽ നിന്ന് നമുക്ക് എടുക്കാവുന്നതെന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള പ്രസക്ത ഭാഗം, അതായത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ശ്ലോകങ്ങളെ സംബന്ധിച്ചുള്ള പ്രസക്തമായ ഭാഗത്ത് ഒന്ന് രണ്ട് ഖണ്ഡികകൾ കൂടി വായിച്ചിട്ട് ഇന്നത്തെ ഈ ചർച്ച നിർത്താം എന്ന് ചിന്തിക്കുന്നു. ഈ പറഞ്ഞതിൽ നിന്നും സാധാരണക്കാരായ നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? മോഹന വാഗ്ദാനങ്ങൾ നൽകി മതം മനുഷ്യ മനസ്സിനെ മയക്കും, മനുഷ്യരെ കൂടുതൽ മടിയന്മാരും സ്വാർത്ഥമോഹികളുമാക്കി തീർക്കും. ഈ വാഗ്ദാനങ്ങളിലൊക്കെ വിശ്വസിച്ച് സ്വകർമ്മം ചെയ്യാൻ പോലും മനുഷ്യർ മടി കാണിക്കും. ഈശ്വരൻ എല്ലാം നേടിത്തരുമെന്നും മതം പറയുമ്പോൾ പിന്നെ മനുഷ്യർ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമെന്താണ്? ഈ ചിന്ത അനാരോഗ്യകരമാണ്, സമൂഹത്തിനെ ദുഷിപ്പിക്കുന്നതാണ്. ഈശ്വരൻ ആരെയും ഭയപ്പെടുത്തുന്നില്ലെങ്കിലും ബോധരഹിതരായ മനുഷ്യരെ ഈശ്വരൻ്റെ പേരിൽ ഭയപ്പെടുത്തി നിർത്തിയിരിക്കുകയാണ് മതവിശ്വാസങ്ങൾ ഇവിടെ. മനുഷ്യർ ബോധപൂർവം ചിന്തിച്ച ഈ അബദ്ധ ചിന്തകളിൽ നിന്നും രക്ഷപ്പെടണം. അങ്ങനെ സ്വബോധം വീണ്ടെടുത്ത ഊർജ്ജസ്വലരായ ജനസമൂഹത്തിൻ്റെ പരസ്പര സഹകരണത്തോടെയുള്ള കർമാനുഷ്ഠാനം കൊണ്ട് മാത്രമേ ലോകത്തിന് നിലനിൽക്കാൻ കഴിയൂ. സ്വാർത്ഥമോഹങ്ങളുടെ സാഫല്യത്തിനായി ഈശ്വരനെ ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുന്നവർക്ക് ഭഗവാൻ നൽകുന്ന സ്നേഹപൂർവമായ ഒരു ഉപദേശമായി ഈ പറഞ്ഞതിനെ മനസ്സിലാക്കാം. കഴിഞ്ഞ കുറേ ശ്ലോകങ്ങളായി കർമ്മയോഗത്തെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സമചിത്തതയോടുകൂടി ചെയ്യുന്ന കർമ്മത്തിലുള്ള കുശലതയാണ് യോഗമെന്നും ഫലേച്ഛ കൂടാതെ ചെയ്യുന്ന കർമ്മം ഏറ്റവും നല്ല കർമ്മഫലം നൽകുന്നതും ആനന്ദദായകവുമായിരിക്കുമെന്നും നാം കണ്ടു കഴിഞ്ഞു. സമചിത്തത എന്നാൽ ഒന്നിലും തന്നെ വിപരീത ഭാവങ്ങളെ കാണാതെ പ്രജ്ഞ സ്ഥിരമായി നിൽക്കുന്ന അവസ്ഥയാണെന്നും ഈശ്വര സാക്ഷാത്കാരത്തിന് അർഹരാകുന്ന കർമ്മയോഗിക്ക് അവശ്യം വേണ്ട ഗുണമാണിതെന്നും പറഞ്ഞു കഴിഞ്ഞു. ശ്രീകൃഷ്ണൻ്റെ ഈ പുതിയ സിദ്ധാന്തം അർജുനന് വളരെ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. കർമ്മയോഗത്തിലൂടെ ഈശ്വര സാക്ഷാത്കാരം നേടുന്ന വ്യക്തിയുടെ ലോകവുമായുള്ള ബന്ധം എങ്ങനെയായിരിക്കും എന്നറിയാനുള്ള അർജുനൻ്റെ ജിജ്ഞാസയും അതിനുള്ള കൃഷ്ണൻ്റെ മറുപടികളുമാണ് ഇനി വരുന്ന 18 ശ്ലോകങ്ങളുടെ ഉള്ളടക്കം. ഒരു ആദർശ മനുഷ്യൻ, ഐഡിയൽ ഹ്യൂമൻ ബീയിങ് എങ്ങനെയായിരിക്കണം എന്ന കൃഷ്ണൻ്റെ ഈ വിവരണം
ഭഗവത്ഗീതയുടെ ഒരു മാസ്റ്റർ പീസ് ആണ്. ഇത് ദൈവവിശ്വാസ വിഷയമൊന്നുമല്ല, ശുദ്ധ സത്യം മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിന് മുൻപായി ഇതേക്കുറിച്ച് ഗുരു നിത്യചൈതന്യ യതി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഭഗവത്ഗീത സ്വാധ്യായം എന്ന പുസ്തകത്തിൽ നിന്നും ഒന്ന് വായിക്കാം. ഒരു കാര്യം മറന്നു പോകരുത്, ഈ പറയുന്ന വാക്കുകളൊന്നും ഇതിഹാസത്തിലുള്ള അർജുനൻ്റെയോ കൃഷ്ണൻ്റെയോ അല്ല. ഭാരതീയ സാഹിത്യ സൃഷ്ടിയുടെ പിതാവായ വ്യാസൻ്റെ സർഗാത്മകമായ രചനാ സാമർഥ്യം വേണം ഇവിടെ ദർശിക്കുവാൻ. അർജുനനെ കൊണ്ട് വ്യാസൻ ഇവിടെ മനഃപൂർവ്വം ചോദിപ്പിക്കുകയാണ്. ഇനിയിപ്പോൾ സൗകര്യമായി ഈ ചോദ്യങ്ങളുടെ ഉത്തരമായി അർജുനനെ ഭാവിയിൽ വാർത്തെടുക്കേണ്ടതായ ഒരു യോഗിയുടെ മൂശ ഇവിടെ വെച്ച് കാച്ചാമല്ലോ. ഇതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനനെ ചതിച്ച് യുദ്ധം ചെയ്യിച്ചു എന്നൊന്നും ധരിച്ചു കളയരുത്. വ്യവഹാരത്തിലും ചിന്തനയിലും ധ്യാനത്തിലും സമാധിയിലും പരിപൂർണ യോഗനില പാലിക്കുന്ന പൂർണ്ണപ്രജ്ഞനെ സിദ്ധാന്തപക്ഷത്തെ അവതരിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുതന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നതും. ഇത് നിത്യചൈതന്യയുടെ വാക്കുകളാണ്. എൻ്റെ വാക്കുകളോട് പറയാം, അതെ, ഭഗവത്ഗീത വ്യാസൻ്റെ സർഗാത്മകമായ ഒരു സൃഷ്ടിയാണ്. മനുഷ്യ സമൂഹത്തെ നേർവഴിക്ക് നയിക്കുന്നതിലേക്കായി രചിക്കപ്പെട്ടിട്ടുള്ള മഹനീയ കൃതിയാണ് എന്ന് ചിന്തിക്കുകയാകും ശരിയായിട്ടുള്ളത്. ഇതിഹാസപരമായ വിശ്വാസം കലർത്തി ഗ്രന്ഥം പഠിച്ചാൽ ഇതിൽ പറയുന്ന സത്യങ്ങളൊന്നും മനസ്സിലാവുകയില്ല. അർജുനനെ കൊണ്ട് യുദ്ധം ചെയ്യിച്ച ഹിംസാവാദിയാണ് കൃഷ്ണൻ എന്നൊക്കെ ധരിക്കേണ്ടി വരുന്നത് കഥയിലെ കാര്യം നമുക്ക് മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. നമ്മൾ ചെറുപ്പം മുതലേ കേൾക്കുന്നതും പഠിക്കുന്നതും ചിന്തിക്കുന്നതും എല്ലാം വിശ്വാസപരമായാണ്. പക്ഷേ ഭാരതത്തിൻ്റെ ആധ്യാത്മിക ശാസ്ത്രം വിശ്വാസം പഠിപ്പിക്കുന്നതല്ല, വിവേകബുദ്ധിയിലൂടെ ചിന്തിച്ച് സ്വയം നന്നാകുന്നതിനും സമൂഹത്തിന് ഗുണപ്രദമായ കാര്യങ്ങൾ ചെയ്യുന്നതിനും ലോകസംഗ്രഹത്തിനായി മനുഷ്യനെ തന്നെ പ്രാപ്തനാക്കുന്നതിനും വേണ്ടിയുള്ളൊരു പദ്ധതിയാണ് ഭാരതത്തിൻ്റെ ആധ്യാത്മികത. ഭാരതത്തിൻ്റെ ഋഷികൾ അവരുടെ പഠനമനനങ്ങളിലൂടെ നേടിയിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും പ്രപഞ്ചാവബോധത്തെക്കുറിച്ചുമുള്ള അറിവുകൾ ഈ ഗ്രന്ഥത്തിലൂടെ എഴുതി മാനവരാശിക്ക് പകർന്നു നൽകാനാണ് ഇതിൻ്റെ കർത്താവ് ശ്രമിക്കുന്നത്. നമ്മൾ ആ വിധത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ഗ്രന്ഥത്തിൽ നിന്ന് നിങ്ങൾക്ക് ധാരാളം മുത്തുകൾ കിട്ടും. ഇതെല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥമാണ്. ഇത് മതവിഷയമൊന്നുമല്ല ഈ പറയുന്നത്. ഇതിൽ മതമെന്ന് പറയുന്ന കാര്യമേ നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഇത് ലോകത്ത് എവിടെയുള്ള മനുഷ്യർക്കും പ്രയോജനപ്പെടുത്താവുന്ന, സ്വയം നന്നാകാൻ വേണ്ടി പ്രയോജനപ്പെടുത്താവുന്ന ഒരു പുസ്തകമായി ഇതിനെ ചിന്തിക്കുക. അപ്പോൾ എല്ലാ കാര്യവും ശരിയായി വരും. ശരി, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ചെറിയ പ്രഭാഷണം നിർത്തുന്നു. ഇനി നമുക്ക് അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നമസ്കാരം.